കർത്താവേ, നിത്യതയോടെ നിലനിൽക്കുന്ന കൃപ ഞങ്ങളുടെ ദൈവങ്ങളുടെ മേൽ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവ സ്വഭാവമാണ് നമ്മൾ സംശീകരിക്കേണ്ടത്. ഉടമ്പടി കൃപ ആർജിക്കുന്ന എന്താ സംഭവിക്കുന്നത്? ദൈവ സ്വഭാവം സംശീകരിക്കണം. ഈ എപ്പോഴും നമുക്ക് ഭൗതിക ആനുകൂല്യം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നമ്മൾ രൂപപ്പെടുന്ന ദൈവസ്വഭാവത്തെക്കുറിച്ച് എന്താ ദൈവസ്വഭാവം എന്ന് പറയണത്? കൃപ ആർജിക്കുന്നതിന് നമുക്ക് ദൈവസ്വഭാവം വേണ്ടി വരും. അപ്പം നിങ്ങളോർക്കും നമ്മൾ ദൈവമല്ലല്ലോ എന്ന് ഓർക്കും. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കുറേ മനുഷ്യരൂപങ്ങളുണ്ട്. ഇപ്പോൾ നിൻ്റെ ഭർത്താവ് അവിശ്വസ്തനാണ്, അയാൾ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ നിൻ്റെ സ്നേഹത്തിനൊപ്പം നിന്നെ സംരക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്യാത്ത ആളാണ്. ജീവിത പങ്കാളി എല്ലാവരും ഒരുപോലെ ഇരിക്കുമോ? എല്ലാവരും വിശുദ്ധരാകണത് ഈ കുടുംബജീവിതം കൊണ്ടാണേ. കാരണം കുടുംബജീവിതത്തിൽ കുറേ വിഷയങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ 22 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ വളരെ ഒരു 2% കുടുംബങ്ങൾ മാത്രമേ അവർ നല്ല കുടുംബങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി 98 പൊട്ടക്കുടുംബങ്ങളാണ്. ഒന്നെങ്കിൽ ഭർത്താവ് വിശ്വസ്തൻ, അല്ലെങ്കിൽ ഭാര്യ സഹനത്തിൻ്റെ പുത്രി. ഇത് ഒന്ന് ഒത്തു വരണ ആരുമില്ല. ഈ ഒത്തു വരാത്തതാണ് കൃപയുടെ സാധ്യതയെന്ന് പറയണത്. എന്താ കാര്യം? ഒത്തു വരാത്തപ്പോഴും ബൈബിൾ എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും അവൻ വിശ്വസ്തനായി തുടരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവസ്വഭാവം. 2 തിമോത്തി 2:13 അതാണ് ദൈവസ്വഭാവം. എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും അവൻ വിശ്വസ്തനായി തുടരും. ഈ പ്രിൻസിപ്പിൾ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ദൈവസ്വഭാവമായി. കാര്യം എന്താ? ഭർത്താവ് അവിശ്വസ്തനാകുമ്പോഴും നമ്മൾ വിശ്വസ്തയായി തുടരും. ആരെ പ്രതിയാണ്? ദൈവത്തെ പ്രതിയാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലേ? അങ്ങനെയാണ് ദൈവസ്വഭാവം ആർജിക്കണത്. ഇപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവിശ്വസ്തയാകുമ്പോഴും നമ്മൾ വിശ്വസ്തനായി തുടരും. ആരെ പ്രതിയാണ്? ദൈവത്തെ പ്രതി. അങ്ങനെ ദൈവസ്വഭാവം അതാണ്. ഇപ്പോൾ 2 പത്രോസില്ലേ? 2 പത്രോസ് 1:4 എന്താ പറയണത്? നിങ്ങൾ ദൈവസ്വഭാവം ആർജിക്കുവിൻ. എങ്ങനെയാണ് ദൈവസ്വഭാവം ആർജിക്കണത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, ഇല്ലേ? സുഹൃതത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപ്പവി കൊണ്ടും പരിപൂർണരാക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ്. വിശ്വാസത്തെയാണ് നമ്മൾ പരിപൂർണ്ണമാക്കണത്. നമ്മൾ കേവലം വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ ബൈബിൾ പറയും നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തികളാണ് നീതീകരിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തികൾ കാണിക്കാൻ പറയും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉടമ്പടി ഒരു നിത്യത വരെ നിലനിൽക്കുന്ന വലിയ ഒരു ദൈവസംവിധാനമാണ് ശരിക്കും. ഈ ദൈവസ്വഭാവത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണത് എന്തിനാ? ദൈവസ്വഭാവത്തിലാണ് കൃപ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രാർത്ഥിക്കുക. കർത്താവേ, ആഗമന കാലത്ത് യേശുവിനെ കൃപയെ ദൈവശക്തിയായി എൻ്റെ ആത്മാവിൽ സ്വീകരിച്ച് എൻ്റെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുവാൻ എനിക്ക് വിശുദ്ധ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ദൈവം വിശുദ്ധ വചനമുണ്ടല്ലോ,
വചനം പല തരത്തിലാണ് വരണത്. നമുക്ക് വചനം നമ്മളിലേക്ക് വരണതേ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെ വർത്തമാനകാല സംഭാഷണങ്ങളാണ്. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളില്ലേ, ഈ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെല്ലാം വർത്തമാനകാല ദൈവം ഇന്ന് നമ്മളോട് പറയുന്ന വചനങ്ങൾ തന്നെയാണ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നല്ലതും മോശവുമായ ഓരോ അനുഭവങ്ങളും ശബ്ദമില്ലാത്ത ദൈവവചനങ്ങളാണ് പലപ്പോഴും അനുഭവങ്ങളായി വരണത്. അതാണ് വചനം പറയണത്. അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകണത്. ഇപ്പം നടപടിയില്ലേ, നടപടി പുസ്തകം അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 25-ാമത്തെ വചനം എന്താ പറയണത്? അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. പറഞ്ഞേ, ഇതെന്തിനാണ് അങ്ങനെ നൽകണത്? സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അനുഭവങ്ങളുള്ളത് എന്തിനാ? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. വചനങ്ങളുള്ളത് എന്തിനാണ്? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം അനുഭവങ്ങൾ എന്താണ്? വചനങ്ങൾ തന്നെയാണ്. വർത്തമാനകാല ശബ്ദമില്ലാത്ത വചനങ്ങൾ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ കണ്ടെത്തി അഭിഷേകത്തോടെ ജീവിക്കാൻ ഉടമ്പടി കർത്താവേ ലോകസഭയ്ക്ക് നൽകിയ അതുല്യമായ ദൈവാനുഗ്രഹം നൽകുന്ന പ്രാർത്ഥനയോട് നന്ദി പറയുന്നു കർത്താവേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ചേർന്ന് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ചേർന്ന് പാടാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ ഉയർത്തിയടിച്ചുകൊണ്ട് കൃപയാലേ ഉയർത്തി കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നമ്മൾ എന്താണ് ഈ സുവിശേഷ ശുശ്രൂഷയോടെ ഒരുങ്ങണത്? ക്രിസ്മസിന് ഒരുങ്ങുകയാണ്. ആഗമനകാല വചനങ്ങളാണ് നൽകുന്നത്. സ്വഭാവം ക്രമീകരിച്ചുകൊണ്ട് എങ്ങനെ കൃപ സംസ്കരിച്ചുകൊണ്ട് യേശുവിനെ ആത്മാവിൽ സ്വീകരിക്കാമെന്നാണ് ആൾക്കാരെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കർത്താവ് തരുന്ന വചനങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് കൈകൾ നീട്ടി സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു തിരുരൂപം ഞാൻ കനിവോലും ആരൂപം കനിവോലും ആരൂപം. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് ജോൺ, എൻ്റെ ഭാര്യ, എൻ്റെ വീട് കൂത്താട്ടോളം. എനിക്ക് മാതാവ് ആരാണ്, ഈശോ ആരാണ്, പിതാവ് ആരാണ്, അതായത് സ്വർഗസ്ഥനായ ദൈവം ആരാണെന്ന് ഒരു പിടിയില്ലായിരുന്നു. എനിക്ക് വേണ്ട വിധം ജീവിക്കാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത പിന്നെ ഒരു പ്രാർത്ഥന എനിക്ക് ഉള്ളിൽ കിട്ടി. മാതാവിനെ പറ്റി എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം എനിക്ക് കിട്ടി. അപ്പോൾ ബൈബിള് വായിക്കും, പക്ഷേ ചുമ്മാ വെറുതെ അങ്ങോട്ട് വായിച്ചിട്ട് കുറച്ചെടുത്ത് ഞാനെടുത്ത് വയ്ക്കും, പിന്നെ പോവും. പക്ഷേ ഒരു ദർശനം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ബൈബിൾ വായിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പക്ഷേ ഇതെനിക്ക് ഒരു കാഴ്ചപ്പാട് കിട്ടി. ഈ കർത്താവിൻ്റെ ദാസൻ അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ഗ്രഹിച്ചു. 2-3 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഈ മാതാവിനൊരു പ്രത്യേക അനുഭവം എനിക്ക് കിട്ടി. അപ്പോൾ വീണ്ടും ആ വചനത്തെപ്പറ്റി ഞാൻ ധ്യാനിച്ചു, ഗ്രഹിച്ചു.
അപ്പോൾ അങ്ങനെ എനിക്ക് 25-30 വർഷം മുമ്പുള്ള മദ്യപാനം മാറാൻ എനിക്ക് പറ്റി. ഒരു പേടിപ്പെടുത്തൽ, ഒരു മാതാവ് ഇനി ഇങ്ങനെ കഴിച്ചാൽ പോരാ, ഇങ്ങനെ കഴിക്കരുത്. ഞാൻ മദ്യപാനം ഒരു 2 മാസം നിർത്തി. പുതിയ സന്തോഷം, ഒരു സ്നേഹം എനിക്ക് കിട്ടി. പക്ഷേ ഈ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെന്ന് എനിക്കറിയാം, ഈ ദൈവസ്നേഹമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തെപ്പറ്റിയുള്ള സ്നേഹത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വേറൊരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടി. ഈ ദൈവത്തിന് സ്നേഹം എനിക്ക് കെട്ടി പോകുമ്പോൾ എനിക്കെല്ലാം സംതൃപ്തി, ഒരു പൂർണ്ണത കിട്ടി. എനിക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. ഇങ്ങനെ ജീവിച്ചാൽ പോരാം. അപ്പോൾ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ ഒരു എന്താ വിടുതലെന്ന് പറയും. ഇപ്പം മദ്യം കഴിക്കണം തോന്നണേ ഇല്ല. അതായത് ഭയങ്കര വെറുപ്പുള്ള സാധനമായി എനിക്ക്, ഒരു അലർജി പോലെ തോന്നുന്നു മദ്യം. പിന്നെ രണ്ടാമത് ഭൗതികമായിട്ട് എനിക്ക് വാഹനമില്ലായിരുന്നു. ഒരു 3 വാഹനം വീട്ടിലുണ്ട്. ഇപ്പം 3 വാഹനം, 2 വർഷമേ ഉള്ളൂ 3 വാഹനം. പിന്നെ മൂന്നാമത് എനിക്ക് കൃഷിയാണ്. ഇപ്പം ഞാൻ ഗൾഫിൽ 10 വർഷം ഉണ്ടായിരുന്നു. മൊത്തം അടിച്ചു പൊളിച്ച് കളഞ്ഞു. ഈ പൈസ എല്ലാം ദൂർത്തടിച്ചു. ഒരു ദൂർത്തൂർത്തൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അതായത് അടിച്ചു പൊളിച്ച് കളിക്കുക, ജീവിക്കുക, ഒരു സന്തോഷമില്ല അമ്മ. പക്ഷേ എനിക്കിപ്പോൾ പൂർണ്ണ സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്. എന്നറിയാമോ, അമ്മേൻ്റെ കൂടെ നടക്കുന്ന ഒരു സഞ്ചാരി മാതാവിന് സത്യം പറഞ്ഞാലുള്ളത്. എനിക്ക് കൃപാസനത്തിൽ വന്നപ്പോൾ ഈ മാതാവിനെ പറ്റി അറിവ് കിട്ടിയത്. എന്ത് രസമാണ് ജീവിക്കാൻ. നമ്മൾ വെറുതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്താനായി എല്ലാം ഫ്രീ ആവും. നമ്മൾ കൂടെ നടക്കുമ്പോൾ തോന്നുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ കൃഷിയെടുത്ത് പോയി. കപ്പ, പയറ, വാഴ, പച്ചക്കറി എല്ലാം ഉണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അനുഗ്രഹം. എന്താ പറയുക, 100 മേനിയാണ് വിളവ്. ഒന്നും കിട്ടാത്ത ഒരു മനുഷ്യൻ കപ്പ പറിക്കുമ്പോൾ 10, 20, 30 രൂപയൊക്കെയാണ്. ഈ പയർ പറിക്കുമ്പോഴല്ലോ നല്ല രസമാണ് പറിക്കാൻ. വാഴക്കാൽ വെട്ടുമ്പം എന്തൊരു ഈ അമ്മ ഇങ്ങനെ പുറം കിടക്കുക. അതേ ദർശനം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഈ ദൈവസ്നേഹം വളർന്ന് ഒരു നിത്യജീവനെ പറ്റി അറിവ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈശോയോടെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഓടി വരും, അവനൊന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ സാധാരണ ചെറുതായിട്ട് പറയില്ലേ, പിള്ളേരെ പോലെ പപ്പയും മമ്മി എന്ന് പറയും പോലെ. ഈ മാതാവ് എൻ്റെ ദൈവം ഏതറിയോ, ഞാനിപ്പോൾ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ഈ സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിറവേറി വരിക. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അനുഗ്രഹം. എന്നറിയോ, നമുക്ക് ഈ ലോകത്തെപ്പറ്റി നമുക്ക് വെറും വേസ്റ്റായിട്ട് തോന്നുക. എനിക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകണം, അങ്ങനെ ചിന്ത ദൈവം ഇങ്ങനെ മാതാവ് ഇങ്ങനെ പുറകെ നടക്കുന്നത്. അവനെ ഹെൽപ്പ് ചെയ്യുക, അവന് സഹായിക്കുക, അവന് സഹായിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഭയങ്കര ഒരു ഉത്തരവാദിത്വം നമുക്ക് തരുക. നിന്നെപ്പോലെ നിന്നെ അയക്കാൻ സ്നേഹിക്കാൻ എനിക്കറിയില്ല. അത് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ എനിക്കറിയാം നമ്മൾ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വില എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കെല്ലാം അനുഗ്രഹം കിട്ടിയപ്പോൾ അവർക്കും വേണമല്ലോ, അവർക്കില്ലല്ലോ, അവർക്ക് രോഗിയാണ്, അവർക്ക് എന്തെങ്കിലും കൊടുക്കേ. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനോട് പറയും പോലെ, അപ്പ ഞാൻ സ്വർഗത്തിലെ അപ്പ. എനിക്കറിയാം അപ്പനേതാന്ന്. ഈ കാണപ്പെടാത്ത അപ്പനെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാതാവിന് ഉടമ്പടി മാതാവ് എൻ്റെ പോന്നെ അച്ഛ സമ്മതിക്കട്ടെ. എൻ്റെ അറിയും എനിക്കറിയില്ല. ഇത് ഇവിടെ തന്നെ സ്വർഗം ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് സ്വർഗം ഉണ്ടാക്കാം. എനിക്കറിയില്ല. ഞാൻ ഇത്ര പ്രായമായില്ല, 65 വയസ്സായില്ല. എനിക്ക് ചെറുപ്പം. അപ്പം എന്നറിയാം, ഒരു കുഞ്ഞു പിള്ളേരെ പോലെ ഒരു സ്നേഹം വളരെ. പക്ഷേ ഞാനിങ്ങനെ ഗ്രഹിക്കും എൻ്റെ ഉള്ളിൽ, എൻ്റെ ദൈവമേ ഞാൻ മരിച്ചാലും എനിക്ക് ജീവിക്കണമേ. ഞാൻ ഈ പറയുന്നുള്ളൂ സത്യം കേട്ടോ, ഉള്ള കാര്യമാണ്. അപ്പോൾ ഈശോനെ നമ്മൾ പറയുമ്പം ഈശോ ചൂണ്ടിക്കാണിക്കും. അമ്മ ഇതേ വഴി കാണിച്ചു തരും. കുട്ട അതിലെ പോടാ, ഇതിലെ പോടാ. എനിക്കറിയില്ല, ഞാൻ ഈ കുഞ്ഞു പിള്ളേരെ പോലെ സ്വഭാവം. പക്ഷേ നമുക്ക് പാവെല്ലാം ഒഴിച്ച് ഇളച്ച് കിട്ടും. ഇളച്ചടിച്ച് അമ്മയുടെ ഗുണത്ത് തന്നെയാണുള്ളത്. നമ്മൾ നിത്യജീവനത്തിൻ്റെ അറിവില്ലേ, എനിക്കറിയില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കര രസമാണെന്നറിയാവോ. എനിക്ക് സ്വർഗത്തിൽ പോകണം. ഭയങ്കര അങ്ങനെ സമയമില്ലത്. ഞാൻ എൻ്റെ വൈഫിന് ബാക്കി കൊടുക്കാം. മാതാവിനും കോടാനുകോടി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം, ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലമായ ഉപ്പും തേനും എൻ്റെ ഭർത്താവിന് കൊടുക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്തതിൻ്റെ ഫലമായി മദ്യപാനി 25 വർഷക്കാലമായിട്ട് ഞങ്ങളിൽ എൻ്റെ ഭർത്താവിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന പൈശാചിക ബന്ധനമായ മദ്യപാനം എന്ന പിശാചിനെ മാതാവിലൂടെ എടുത്തു മാറ്റിക്കളയുവാൻ സാധിച്ചു. വലിയ കൃപയാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നു ബൈബിളും വായിച്ച് എല്ലാ രീതിയിലും വിശ്വാസത്തോടും. അതാണ് ഏറ്റവും വലുത്. കുടുംബത്തിലിരുന്ന് പ്രാർത്ഥന, ആ കുടുംബ പ്രാർത്ഥനയിൽ കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അതാണ് ഏറ്റവും വലുത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്. പിതാവിനോടും മാതാവിനോടും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക. അതിനപ്പുറമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം അത് നമ്മളെ കാണിച്ചു തരും ഉന്നതിയിലേക്ക് എത്തുന്നത്. അതിന് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രത്തോളം ആയത്. ഒരു വണ്ടിക്ക്, ഭർത്താവ് പറഞ്ഞതുപോലെ ഒരു വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു
മക്കളെയെങ്കിലും ഈ അമ്മയുടെ ഭവനത്തിലൊന്ന് കൊണ്ടുവരുവാൻ സാധിച്ചാൽ അമ്മേ, ഞാൻ നന്ദി പറയാനായിട്ടാണല്ലോ എൻ്റെ അമ്മ എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. ഈ 2 വർഷക്കാലമായി ഉടമ്പടി എടുത്തിട്ട് അതിനിടയിൽ 3 വണ്ടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വരുമ്പം ഞങ്ങളുടെ കൂടെ അക്രവസരായിട്ട് അല്ലാത്തവരായിട്ടും ഞങ്ങളുടെ കൂടെ 2-3 പേര് ഞങ്ങൾ കൊണ്ടുവരും. ഇന്ന് ഈ നിമിഷം വരെ ഇനിയും മുന്നോട്ട് അനേകം കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇവിടുത്തെ ഉപ്പും തൈലവും കൊടുത്ത് 2-3 രോഗികൾക്ക് തന്നെ സൗഖ്യം കിട്ടി. അവരും ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് വിഷയം അവതരിപ്പിച്ച് അവർക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ കൂടെ പോരണമെന്ന് വിചാരിച്ചതാണ് മാതാവേ, പക്ഷേ അവർക്ക് സാധിച്ചില്ല. അതിനി അടുത്ത ദിവസത്തെ വരവിന് ഞങ്ങൾ അവരെ കൊണ്ടുവരും. ഇവിടുത്തെ സാക്ഷ്യം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവർ വൈകിട്ട് യാത്രയാമങ്ങളിലൊക്കെ ഞാൻ ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് വായിച്ച് പ്രാർത്ഥിച്ച് ആ തേനും തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി അറിയാവുന്ന പോലെ അവർ ചൊല്ലിയിട്ട് അത് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒത്തിരി അനുഭവം. 10 വർഷക്കാലമായി വിവാഹം കഴിച്ച് 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് ഞാൻ പറയും, ഞങ്ങൾ ഈ ഉപ്പും തൈലവും ഞങ്ങൾ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ ഇടുന്നതിന് പുഴുവരിച്ച് എല്ലാ കൃഷിയും പോകുമ്പോൾ 1 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. ഞങ്ങൾ വേല ചെയ്യും, 1 രൂപ പോലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്താൽ പോയി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമ്മുടെ ഈ ഉപ്പ് മാതാവിൻ്റെ ഈ ഉപ്പ് കൊണ്ടുവന്ന് ഞങ്ങൾ കൃഷിയിടത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടും. അത് കഴിഞ്ഞ് ഞങ്ങൾ കൃഷി എടുക്കും. 100 മേനി വിളവെന്ന് പറയാം. പയറൊക്കെ പറിക്കുമ്പോൾ നല്ല വിളവ്. അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരി മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കുക. നമ്മൾ വിൽക്കാനും സാധിക്കുന്നു. കൂടാതെ അതിൽ നിന്നൊരു ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സഹായിക്കുന്നു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ആൽക്കഹോളിക് അനോണിമൻസിൻ്റെ കൂട്ടായ്മയിൽ 2 വർഷക്കാലമായി ഇവിടെ വന്ന് അന്ന് മുതൽ വളരെ വിശുദ്ധിയോടുകൂടി എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അനേകർ ഞങ്ങളുടെ കൂടെയുണ്ട്. 400 പേരോളം ഞങ്ങളുടെ കൂടെയുണ്ട്. അവർ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ചെയ്യാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനും വളരെ മനസ്സോടുകൂടി മാതാവ് ഞങ്ങൾക്ക് ശക്തി തരും. അവിടെയും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് അവിടെ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് സൗഖ്യം അവർക്ക് കിട്ടുന്നത് അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു. അമ്മയുടെ ഈ നടയിൽ വന്ന് നിൽക്കാൻ എന്നുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്നതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്കുള്ളൊരു സാക്ഷി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് 200 ചില്ലുവാനും പ്രഷറുണ്ടായിരുന്നു. ഞാൻ തല ഇറങ്ങി വീണതാണ്. ഞാൻ ഈ അമ്മയുടെ ഉടമ്പടി തൈലം പിന്നെ ഉപ്പും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു, തേനും കഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രഷർ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം പോയി ചെക്ക് ചെയ്തപ്പോൾ 3-4 മാസമായുള്ളൂ എനിക്ക് പ്രഷറായിട്ട്. അത് മാറ്റപ്പെട്ടു. അതിൽ നിന്നൊക്കെ എനിക്ക് പിന്നെ കോഴിയിറച്ചി കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ആ തൈലം കഴിച്ചതുകൊണ്ട്, അതായത് ഉപ്പ് തേനും കഴിച്ചതുകൊണ്ട് എനിക്ക് അതിൽ നിന്നൊക്കെയും മോചനം നേടാൻ സാധിച്ചു. പിന്നെ ഒരാത്മീയ ബന്ധം, ഒരാത്മീയ സൗഖ്യം എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷവും ശക്തിയും ബലവും ശരീരത്തിന് അമ്മയുടെ കൂടെ നടക്കാനും ഇതാ വഴി ഇതിലേ പോകുമെന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ട് നടക്കുകയാണ് ഓരോ കാര്യത്തിനും. അരുതാത്തവരുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരം അവിടെ വിലക്കും. ഒരരുതാത്തത് കേൾക്കുമ്പോൾ നമ്മുടെ ചെവി അടച്ചു കളയും. നാവ് നമുക്ക് ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കാൻ സാധിക്കും. ഞാൻ തെർക്കുത്തരം മുറുപ്പത്തിൽ പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷേ ഇത് വന്നിവിടുത്തെ അനുഭവം അറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ എനിക്ക് ഒത്തിരി മാറ്റം എന്നിൽ സംഭവിക്കാൻ സാധിച്ചു. എന്നിൽ നിന്ന് ഉന്നതിയും എൻ്റെ ഭവനത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾക്കും സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലാണ് കൂടുതലും കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവർക്കൊന്നും ഞാനത് കൊടുക്കില്ല. കരഞ്ഞുകൊണ്ട് എന്നോട് കൈ നീട്ടി ചോദിക്കും, ഒരെണ്ണം താമോളെ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ഓടി വന്ന് ഞങ്ങളോട് പത്രം മേടിക്കും. ആ രോഗി സൗഖ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹം. അവരത് വായിക്കും. പറയുമ്പോൾ പറയും, ഞാൻ പത്രം കളയരുത്, വായിച്ചിട്ട് നിങ്ങൾ വേറൊരാൾക്ക് കൊടുത്ത് അവരോടും പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ, അവരോടും പ്രാർത്ഥിക്കാൻ പറയണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. ഓരോന്നേറ്റ് പോകുന്ന അതുപോലെ ചെയ്യുമ്പോൾ വളരെ സുഖമാണ്. ഈശോയ്ക്കും മാതാവിനും ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബീന ജോസ്. ഞാൻ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഈ പരിശുദ്ധമായ അൾത്താരയിൽ 2ാമത്തെ തവണയാണ് സാക്ഷി പറയുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ അനുവദിച്ചിരിക്കുന്നത്. എൻ്റെ ഉടമ്പടി ജീവിതം നിത്യജീവനിലേക്കുള്ള ഒരു വാതിൽ പോലെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമായ ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്.
സങ്കീർത്തനം 92:10 പ്രകാരം പറയുന്നു, അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എന്നും രാവിലെ 5:30 ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയ്ക്ക് കൂടി വിശുദ്ധ തൈലം നെറ്റിൽ കുരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്കായി പോകുമ്പോൾ വല്ലാത്തൊരാനന്ദമാണ്. ആ ദിവസം മുഴുവൻ പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകമായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ 2-3 അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഡിസംബർ 13, 2022 ഇതെൻ്റെ 9ാമത്തെ പുതുക്കലാണ്. എനിക്ക് 5 വർഷത്തോളമായി വല്ലാത്ത മുട്ടിന് വേദനയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തത് 2 മുട്ടിനും ഈ ക്യാപ്പിട്ടാണ്. 2 മാസത്തിന് ശേഷം ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഈ ക്യാപ്പിടാൻ മറന്നുപോയി. പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അരമണിക്കൂറോളം നടന്നു വേണം എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂർ വീതമുണ്ട്. തിരിച്ചു വന്നപ്പോൾ എനിക്ക് വേദനയില്ല. അപ്പോഴാണ് എനിക്ക് ഈ സൗഖ്യം മാതാവ് ഈശോയിലൂടെ തന്നല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിൽ പിന്നെ ഇന്ന് വരെ ഞാൻ മുട്ടിന് ക്യാപ്പിട്ടിട്ടില്ല. എനിക്ക് മുട്ടിന് യാതൊരു വേദനയില്ല. മുട്ടുകുത്തി ജപമാല ചെല്ലാനോ മറ്റു കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പൂർണ്ണമായ സൗഖ്യം ആ ജപമാല റാലിയിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. രണ്ടാമതായി ഞാനൊരു സാക്ഷ്യം കേൾക്കുകയാണ്. ഒരു മകൾ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നു, വർഷങ്ങളേറെയായിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ മാറിയെന്ന്. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല, പക്ഷേ ഞാൻ 10 വർഷത്തോളമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിരുന്നത്. ചൂടുകാലം വരുമ്പോൾ ഡോക്ടറെ കാണുകയും ഈ വയറുവേദന വരും, ഇൻഫെക്ഷൻ ഉണ്ടാകും, ഡോക്ടറെ കാണും, ആൻറ്റിബയോട്ടിക് കഴിക്കും, പിന്നെ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി എനിക്കതില്ല. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർക്കുക, എനിക്കിതില്ലല്ലോ, ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നില്ലല്ലോ. ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ എനിക്ക് ആ രോഗസൗഖ്യം തന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. കാരണം 15 വർഷമായി ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചാണ് ഒരു പെയിൻറ്റിങ് നടത്താൻ, മെയിൻ്റനൻസ് പണി നടത്താൻ. ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന കാലം, മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന സമയം, ഒരു രക്ഷയില്ല. പക്ഷേ എങ്ങനെയോ എവിടെയൊക്കെയോ പല വ്യക്തികളിലൂടെ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് വളരെ ഭംഗിയായി ആ വീടിൻ്റെ പെയിൻറ്റിങ് നടത്താനും മറ്റു പണികൾ നടത്താനും ഒരു പുതിയ വീട് പോലെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 16/3/2025 രാവിലെ ഞാൻ വെളുപ്പിന് 5:30 ഉള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമയത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കെ നീലത്തിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. നന്നായിട്ട് ഞാനത് മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. നല്ലതായി അമ്മയുടെ രൂപം തെളിഞ്ഞ് പ്രകാശിച്ച് ആ പ്രാർത്ഥന തീരുവോളം ഉണ്ടായിരുന്നു. തിരികെടുത്തുവോളം അമ്മയുടെ രൂപം കാണുവാനുള്ള ഒരു ദർശനം ഭാഗ്യം എനിക്ക് പരിശുദ്ധ അമ്മ അനുവദിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എനിക്ക് ഇപ്പോൾ 2 മാസത്തോളമായി പരിശുദ്ധ അമ്മ എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയുവാണ്, നിനക്ക് ആരോടേലും ഒരു വിദ്വേഷം തോന്നിയോ? നീ ജപമാല ചൊല്ലിക്കോ. അപ്പം തന്നെ എനിക്ക് തോന്നുകയാണ് ജപമാല എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണമെന്നാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നീരസം പോലും തോന്നിയാലും അമ്മ ഉള്ളിലിരുന്ന് പറയും, നീ വേഗം ജപമാല ചൊല്ല്, നീ എന്തിനാ അവരെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ ജപമാല ചൊല്ലും, അത് എൻ്റെ മനസ്സിൽ നിന്ന് മാറും. അതുപോലെ തന്നെ ചിലപ്പോൾ നടന്നു പോകുന്ന വഴികളിൽ, പള്ളിയിൽ പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ ചില വ്യക്തികളെ കാണുമ്പോൾ പരിശുദ്ധ അമ്മ തോന്നിക്കും, അതിന് ആളാരാണെന്നറിയില്ല, ആൾക്ക് എന്നെ അറിയില്ല, പക്ഷേ നീ ആ വ്യക്തിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചോ, ഒരു നന്മ അറിഞ്ഞറും ചൊല്ലിക്കോ. ഞാൻ ചൊല്ലും. അവരും അറിയില്ല, പക്ഷേ അമ്മ അറിയുന്നു, ഈശോ അറിയുന്നു, അവർക്ക് നന്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി എനിക്ക് അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം പറയുവാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്, എല്ലാ ചൊവ്വാഴ്ചകളിലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അത് എൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്നുണ്ട്.
അച്ഛൻ ഡെയിലി ബ്രെഡിലൂടെ പറയുന്ന ഓരോ വചനങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക. ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന ചില വചനങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അതുപോലെ പത്രങ്ങൾ ഞാൻ ഇവിടുന്ന് പോകും, എല്ലാ മാസവും തന്നെ ഞാൻ ഇവിടെ വരാറുണ്ട്. തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ മുഴുവൻ ഇരുന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ചങ്ങനാശ്ശേരി ടൗണിൽ ഇറങ്ങി ഇപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന് അപ്പുറത്തെ സ്റ്റാൻഡ് വരെ ഞങ്ങളിങ്ങനെ നടക്കും. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടാണ് വരാറ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി കൊടുത്തുകൊണ്ടിരിക്കും. ഒത്തിരി പേരിൽ നിന്നും തിരസ്കരണം കിട്ടുന്നുണ്ട്. ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അച്ഛൻ ധ്യാന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ തിരസ്കരണവും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടിരിക്കട്ടെ എന്ന്. ഇപ്പം മേടിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ എണ്ണും കയ്യിൽ 1 2 3 അങ്ങനെ എണ്ണി എത്ര പേര് മേടിക്കുന്നില്ലോ അത്രയും അനുഗ്രഹം നമുക്കല്ലേ കിട്ടുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവമേ ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് ഈ കൃപാസനത്തെപ്പറ്റി തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ മാസത്തിലൊരിക്കൽ ഞങ്ങൾ കാരുണ്യ ഭവനങ്ങൾ സന്ദർശിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. അവർക്ക് മരുന്നിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ എല്ലാ മാസവും കൃത്യമായി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മ പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ട് കിടപ്പ് രോഗിയായിട്ടുള്ള ഒരമ്മ 10 വർഷത്തിലേറെയായി ഒരു വശം തളർന്നു കിടക്കുന്നതാണ്. ആ അമ്മയെ ആഴ്ചയിൽ ഒരു ദിവസം പോയി കുളിപ്പിച്ച് എല്ലാ ശുശ്രൂഷകളും ചെയ്യാനായിട്ടുള്ള വലിയ കൃപ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പരിശുദ്ധ അമ്മ, ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, അമ്മേ എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്ക് ആരെങ്കിലും സഹായിക്കണമല്ലോ. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ ഒന്ന് കണ്ണ് തുറന്ന് നടക്ക്, നീ എന്നും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, കണ്ണ് തുറന്ന് നടക്ക്. അപ്പോൾ ഞങ്ങളുടെ ടൗണിൽ സ്റ്റാൻഡിൽ തന്നെ ഒരു കാല് തളർന്ന ഒരു അച്ചായനുണ്ട്. അച്ചായൻ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരു ഷെഡേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തീരുമാനിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഒന്നും ചെയ്യാതെ നടക്കണ്ടല്ലോ. അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണു തുറന്ന് നടക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അച്ചാനെ ഞാൻ പെട്ടെന്ന് ഓർത്തു. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം, വൈകിട്ടത്തെ അത്താഴം ഞാൻ ജീവിത പങ്കാളിയുടെ കൈ കൊടുത്തുവിടും. അദ്ദേഹത്തിന് വൈകിട്ടത്തെ ഭക്ഷണം ഞാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കി 2 നേരവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത 2 സഹോദരികൾ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം കൊടുക്കുന്നു. ആ അപ്പച്ചന് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. 3 നേരവും ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും സാധിക്കുന്നു. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് ദൈവം തന്നിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പരിസമ്മയുടെ മധ്യസ്ഥത്താൽ എനിക്ക് കൊയറിൽ വിശുദ്ധ കുർബാനയിൽ പാട്ടുപാടി വിശുദ്ധ കുർബാന ബലി അർപ്പിക്കാനുള്ള വലിയ കൃപ. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ഒരു അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ആഗ്രഹിക്കും, വലിയ ഹോസ്തി ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എനിക്കതിലൊരു ശകലം കിട്ടിയിരുന്നെങ്കിൽ, കുട്ടിത്തമാണെന്ന് തോന്നിപ്പോകുമ്പോൾ ഒരു പക്ഷേ ഞാൻ അങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് അച്ഛനത് വിശുദ്ധ കുർബാന നാവിൽ വെച്ച് തരുമ്പോൾ ആ വലിയ ഹോസ്തിയിൽ ഒരു ഭാഗം എനിക്കായിട്ട് ലഭിക്കുന്ന അനുഭവം വളരെ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുമ്പസാരം 3 ആഴ്ചയിലൊരിക്കൽ വിശുദ്ധ കുമ്പസാരം നടത്തുവാനും അനുതാപത്തോടെ വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. ഇത്രത്തോളം അനുഗ്രഹങ്ങളും ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുടുംബവും അത് എന്നോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട്. മക്കളാരും കൂടെയില്ല, പക്ഷേ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയെ ഈ കൃപാസന മാതാവിൻ്റെ ഉദ്ഘോഷിക്കുവാനും അവരിലൂടെ പലരും ഉടമ്പടിയിലെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇവിടെ മക്കൾ വരുമ്പോഴൊക്കെ ഞങ്ങളിവിടെ വരും. ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഇനിയും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഉടമ്പടി ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹം. നിത്യജീവിതത്തിലേക്കുള്ള ലക്ഷ്യമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. എൻ്റെ കുടുംബത്തിനും ആ ലക്ഷ്യം തന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.